ഹലോ, ഞാനിപ്പോൾ തായ്ലൻഡിലാണ്. ഞാൻ ഇന്ന് പട്ടായയിലെ ഗോൾഡൻ ബീച്ച് ഹോട്ടലിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. പട്ടായയിൽ 2 ദിവസമായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ആ 2 ദിവസവും ഈ ഹോട്ടലിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്റ്റേ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ ജാനുവരി 2nd വീക്കാണ് പട്ടായയിൽ എത്തിയത്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഹാപ്പി ന്യൂ ഇയർ 2026 ഒക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുന്നത് ഇവിടുത്തെ സ്റ്റേയും ബ്രേക്ക്ഫാസ്റ്റും ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സ്റ്റേയും ബ്രേക്ക്ഫാസ്റ്റിനും അഡീഷണൽ പൈസ ഞങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇവിടെ ഫോൺ ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഹോട്ടലിന് അടുത്ത് തന്നെ ബാറ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മിക്ക സ്ഥലങ്ങളും, മിക്ക റെസ്റ്റോറൻറ്റുകളും, മിക്ക ഹോട്ടലുകളും ഇങ്ങനെയാണ് കേട്ടോ. അതിനകത്ത് തന്നെ ബാറും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. ഞങ്ങൾ റൂമിൻ്റെ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ലിഫ്റ്റ് കയറി 2ാമത്തെ ഫ്ലോറിൽ വന്നു. ഫ്ലോർ ഇറങ്ങി നേരെയുള്ള 2 റൂമുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. റൂം കിട്ടേണ്ട താമസം. ഹസ്സു കട്ടിലിൽ കയറി ഗൈസ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ വെക്കാനൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഹാങ്ങറും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്മോക്കിംഗ് അലൗഡ് അല്ല. സ്മോക്ക് ചെയ്യുവാണെങ്കിൽ 5000 തായ് ബാത്താണ് കേട്ടോ ഫൈൻ വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ പറയുമ്പോൾ ഏതാണ്ട് 14,000 ചില്ലാൻ രൂപ വരും കേട്ടോ. ഡെയിലി 2 ബോട്ടിൽ ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ആണ്. കെറ്റിൻ്റെ അകത്ത് വെള്ളം തിളപ്പിക്കാൻ മാത്രം പാടുള്ളൂ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് എന്തെങ്കിലും ചെയ്താൽ 1000 തായ് ബാത്ത് ഫൈനുണ്ട്. 1000 തായ് ബാത്ത് എന്ന് പറയുമ്പോൾ 2900 ചില്ലാൻ രൂപ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ വരും. ഇവിടെ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഫുഡിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം കേട്ടോ. അത് പാക്കേജിൽ ഉൾപ്പെടുന്നതല്ല. പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, എന്തൊക്കെ ഉൾപ്പെടുന്നില്ല എന്നറിയാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ കോഫി, ടീ ഒക്കെ ഇട്ട് കുടിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. 2 കപ്പും കോഫി പൗഡറും ടീ ബാഗും പാൽപ്പൊടിയുമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. കൂടാതെ ഷുഗർ മിക്സ് ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ അവർ ഒന്നും ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടില്ല കേട്ടോ. അവരോട് പറഞ്ഞാൽ വെച്ച് തരും, പക്ഷെ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു കണ്ണാടിയും അതിൻ്റെ മുമ്പിൽ ഒരു കെറ്റിലും കാണാം. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ കീ ആണ് കേട്ടോ. ഇവിടെ ഈ റൂമിലെ സാധനങ്ങളുടെ ലിസ്റ്റും അത് കാണാതെ ആയാലോ ഡാമേജ് ആയാലോ പേ ചെയ്യേണ്ട ഫീസും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് കേട്ടോ അവർ കൊടുത്തേക്കണത്. ചിലപ്പോൾ എല്ലാം ഇന്ത്യക്കാരുടെ റൂമിലും ഇംഗ്ലീഷും ഹിന്ദിയും ആയിരിക്കും. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ വരുന്നുണ്ട്. കണ്ണാടിക്ക് മുമ്പിൽ ഒരു കുഞ്ഞ് സീറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടീപ്പോയും ഒരു കസേരയും ഇട്ടിട്ടുണ്ട്. ഇവിടെ ബെഡിൽ ഒരു മുഴ വന്നതല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ട് ഹസ്സു ഒളിച്ചിരിക്കണതാണ്. ഇവിടെ ബെഡ് സൈഡിൽ ഒരു ടേബിളും അവിടെ ഒരു ഫോണും വെച്ചിരിക്കുന്നുണ്ട്. റൂം സർവീസിന് വേണമെങ്കിൽ വിളിക്കാനായിട്ടാണ് കേട്ടോ. ഈ ടേബിളിൽ ഡ്രോയർ വരുന്നില്ല കേട്ടോ. ഇത് AC കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ 3 സ്വിച്ചുകൾ വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെയുള്ള ലൈറ്റും ബെഡ്റൂമിൻ്റെ അവിടുത്തെ ലൈറ്റും ബാത്റൂമിൻ്റെ ലൈറ്റിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, താഴേക്ക് സ്വിച്ച് ഇട്ടാൽ ഓഫും മുകളിലേക്ക് ഓണുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ അല്ല, നേരെ തിരിച്ച്. ഇനി നേരെ ബാത്റൂമിലേക്ക് പോകാം. ഇതാട്ടോ അവർ തന്ന ടവൽ. ഇവിടെ ബാട്ടബുണ്ട്. ഷവർ ജെല്ലും ഷാമ്പുവും വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഷവർ കൂടി വരുന്നുണ്ട്. ഇവിടെ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ? കുളിച്ചുകൊണ്ട് വെള്ളം കുടിക്കാനാണാവോ? പിന്നെ ഒരു കുഞ്ഞ് സോപ്പുണ്ട്. ബഡ്സും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പ്ലഗിനെ കുറിച്ച് പറയാനുണ്ട്. ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ സാധാരണ 3 പിൻ തന്നെയാണ് വരുന്നത്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് കാണിച്ചു തരാം. ഇവിടെ പല ഹോട്ടലുകളിലും ഇങ്ങനത്തെ പ്ലഗ് ഉണ്ടാകും. അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കണക്ടർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇവിടുത്തെ പ്ലഗിനോട് ആപ്റ്റ് ആയിട്ടുള്ള പിന്ന് വരുന്നുണ്ട്. ഇവിടുത്തെ മാത്രമല്ല, ഈ കണക്ടറിന് ചുറ്റും പല പല രീതിയിലുള്ള പിന്നുകളാണ് കേട്ടോ. എല്ലാം മടങ്ങിയാണ് ഇരിക്കുന്നത്. നിവർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു കണക്ടർ കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം വണ്ടികളും ടൊയോട്ടയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ മുട്ടിനും മാരുതി സുസുക്കി ഉള്ളതുപോലെ. ഞങ്ങൾ 5 പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്.
ഇവിടെ ഈ ഹോട്ടൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്രഹ്മാവിൻ്റെ അമ്പലം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ ഇന്ദ്രൻ്റെ കൊട്ടാരമാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അവിടെ ഉർവശി, മേനക, രംഭ എല്ലാവരും ഡാൻസ് ചെയ്യുന്നത് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, എന്തൊക്കെ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ കൂടി വരുന്നുണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിയുവാണ്. ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക്, ഷെയർ ചെയ്തേക്കണേ. കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.